Welcome to Sanco's Easy Maths. I am Santosh. I am here mentioning about trigonometry. Trigonometry. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സി ട്രിഗണോമെട്രി ശ്രദ്ധിക്കുക, ഇതിൽ തന്നെയുണ്ട് അല്ലേ, അർത്ഥം ഇതിലുണ്ട്. ട്രൈ കണ്ടോ, ട്രിഗോൺ. ട്രിഗോൺ മീൻസ് 3 angles, 3 കോണുകളെ ബേസ് ചെയ്താണ്. മെട്രി മീൻസ് മെഷർ, മനസ്സിലായി? അപ്പൊ ട്രിഗോൺ ഗ്രീക്ക് പദമാണ്. ട്രിഗോൺ എന്ന് പറഞ്ഞാൽ 3 ആംഗിൾസ് ആണ് അല്ലെ. ട്രിഗോൺ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം അല്ലെ, അതിൽ മെട്രി എന്ന് പറഞ്ഞ മെഷേഴ്സ്, ട്രിഗോൺ മീൻസ് 3 ആംഗിൾസ്. അപ്പൊ 3 കോണുകളുടെ അളവുകൾ കുറിച്ച് പഠിക്കുന്നതാണ് ട്രിഗണോമെട്രി. ട്രൈ അറിയാമല്ലോ, ട്രൈ 3 അല്ലേ, ഓക്കെ ആണല്ലോ. ട്രിഗണോമെട്രി, മലയാളത്തില് ട്രിഗണോമെട്രി. അത് റൈറ്റ് ആംഗിളിനെ ബേസ് ചെയ്താണ്, ഒരു മട്ട ത്രികോണത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു മട്ട ത്രികോണം, അതില് 2 ന്യൂനകോണുകൾ, 2 അക്യൂട്ട് ആംഗിൾ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതായത് കുറുങ്കോണത്തെ പറ്റി, 2 കുറുങ്കോണം, അതായത് ചെങ്കോണ മുക്കോണമാക്കും, ഇത് ചെങ്കോണ മുക്കോണം, അതിൽ 2 കുറുങ്കോണത്തെ പറ്റിയാക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ട്രിഗണോമെട്രി. പുരിതല്ലവ. ഇതില് നല്ലോണം മനസ്സിലാക്കേണ്ടത് 3 വശങ്ങളുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന് 3 sides are there അല്ലെ. ഒന്ന് ബേസ്, ഒന്ന് ഓൾട്ടിറ്റ്യൂഡ്, ഒന്ന് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് അല്ലെ, ഹൈപ്പോട്ടന്യൂസ് ദ ലോങ്സ്റ്റ് സൈഡ് അല്ലെ. ഇത് കർണം, മലയാളത്തിൽ ഇത് കർണം, പാദം, ഇത് ലംബം. മനസ്സിലായല്ലോ? ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ടത്, എപ്പോഴും മനസ്സിലാക്കേണ്ടത്, 2 അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ് ഈ ട്രയാങ്കിൾ ട്രിഗണോമെട്രി പഠിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ എ മാർക്കിയിട്ടുണ്ട്, ഇവിടെ ബി, ഇത് സി. ഇവിടെ എയും സിയും അക്യൂട്ട് ആംഗിൾ ആണ് അല്ലെ, 2 അക്യൂട്ട്. അതുകൊണ്ട് നമ്മളിവിടെ 6 റേഷ്യോസ് ഉണ്ട്, 6 അംശബന്ധമാണ്. 6 റേഷ്യോസ് ട്രിഗണോമെട്രിയിൽ 6 റേഷ്യോസ്: സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട്. നല്ലോണം മനസ്സിലാക്കുക. സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട്. സൈൻ, കോസ്, ടാൻ മാത്രം നിങ്ങൾ ഈ 3 മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. സൈനിന്റെ ഓപ്പോസിറ്റ് ആണ് കൊസീക്, കോസിന്റെ ഓപ്പോസിറ്റ് ആണ് സീക്, ടാനിന്റെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. അപ്പൊ സൈൻ, കോസ്, ടാൻ പ്രധാനമാണ്, നല്ലോണം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ സൈൻ എ അക്യൂട്ട് ആംഗിൾ ബേസ് ആണ്. എ എന്ന് പറയുമ്പോൾ ഈ സൈഡ് ആണ്, സി എന്ന് പറയുന്നത് ഈ സൈഡ് ആണ്. മനസ്സിലാക്കണം. അപ്പൊ സൈനിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഈ ട്രയാങ്കിൾ, റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ എ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ദിസ് സൈഡ് ആണ്, ബി സി ആണ്, ഈ സൈഡ് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. ഹൈപ്പോട്ടന്യൂസ് ഒരു മാറ്റവും ഇല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇതും ഈ ആംഗിൾ എ തന്നെ ഇവിടെ അഡ്ജസന്റ് സൈഡ് ആണ്. ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് ഇത്, ഓപ്പോസിറ്റ് സൈഡ്. ഇനി സി ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പൊ എ ബി ആണ്. ഇവിടെയാണ് സി ആണ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയും, ഈ ആംഗിൾ തൊട്ടടുത്തിരിക്കുന്ന ഇതാണ് അഡ്ജസന്റ് സൈഡ്. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് മാറ്റമില്ല. ഹൈപ്പോട്ടന്യൂസ് മാറത്തില്ല, നിങ്ങൾ എത്ര തള്ളി മാറ്റിയാലും അവൻ മാറത്തില്ല. ഓക്കെ, അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ സൈൻ എ, ഇവിടെ എ ആണ് ഉദ്ദേശിച്ചെങ്കിൽ എ കൊടുക്കാം, സി ആണ് നിൽക്കുന്നതെങ്കിൽ സി കൊടുക്കാം. സൈൻ സിയോ കോസ് സി ടാൻ സി ആണ് ഇവിടെ എഴുതാത്തത്. ഇവിടെ സൈൻ എ കൊടുക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇവിടെ എ കൊടുത്തു, സൈൻ എ, കോസ് എ, ടാൻ എ, കൊസീക്, സീക്, കോട്ട് എ. ഇനി സി ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെയാണ് ഇഷ്ടമെങ്കിൽ സൈൻ സി, കോസ് സി, ടാൻ സി. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 2 അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ് കണക്ക് മൂവ് ചെയ്യുന്നത്. ഈ ട്രിഗണോമെട്രിയിലെ ചാപ്റ്റർ മൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല നമുക്ക് ആദ്യം 6 റേഷ്യോസ് നല്ലോണം പഠിക്കണം. സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കണ്ടോ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ബൈ കർണം. മലയാളത്തില് എതിർവശം, സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. തമിഴിൽ எப்படி சொல்லுவாங்க? எதிர்பக்கம் பை கர்ணம். തമിഴിൽ எதிர்பக்கம் பை கர்ணம். ഇനി കോസ് adjacent side by hypotenuse, adjacent side by hypotenuse. മലയാളത്തിൽ സമീപവശം ബൈ കർണം,
സമീപവശം ബൈ കർണം. തമിഴില് അടുത്തുള്ള പക്കം ബൈ കർണം. അടുത്തുള്ള പക്കം ബൈ കർണം. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എന്താണ് മലയാളത്തില്? എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശം. തമിഴിൽ எப்படி சொல்லுவாங்க? എതിർപക്കം ബൈ അടുത്തുള്ള പക്കം. എതിർപക്കം ബൈ അടുത്തുള്ള പക്കം. ഇനി ഇതെല്ലാം തിരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സൈനിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ കൊസീക്ക്. നല്ലോണം മനസ്സിലാക്കാം. സൈൻ കോസ് ടാൻ കൊസീക് സി കോട്ട്. സൈൻ കോസ് ടാൻ കൊസീക് സി കോട്ട്. അല്ലേ? സൈനിന്റെ പാർട്ട്ണർ ആണ് കൊസീക്, കോസിന്റെ പാർട്ട്ണർ ആണ് സീക്, ടാനിന്റെ പാർട്ട്ണർ ആണ് കോട്ട്. അപ്പൊ സൈൻ വന്നു അത് നേരെ റെസിപ്രോക്കൽ അല്ലേ? അതിന്റെ വിൽക്രമം അല്ലെ? അതിനെ എന്നാ തിരിച്ചിടാ വിൽക്രമം തിരിച്ചിട്ടാൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കണ്ടോ? ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് സൈൻ ആകുമ്പോൾ കൊസീക്ക് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതുപോലെ കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആകുമ്പോൾ സീക്ക് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഉൾട്ട. അതിന്റെ ജസ്റ്റ് ഉൾട്ട, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ? അതായത് ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതിന്റെ തലകീഴ്പിണ എപ്പി കൊടുക്കുക? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ? അതിന്റെ വിൽക്രമം എടുത്താൽ മതി. അപ്പൊ ഇത് റേഷ്യോ നല്ലോണം പഠിച്ചു വെച്ചിരിക്കണം. സൈൻ കോസ് ടാൻ കൊസീക് സി കോട്ട്. സൈൻ കോസ് ടാൻ കൊസീക് സി കോട്ട്. ഓക്കെ? ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ്. ഇനി ടാൻ നോക്കിയേ, ഇതിന്റെ രണ്ടിന്റെയും ന്യൂമറേറ്റർ അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ സൈനിന്റെ ന്യൂമറേറ്ററും കോസിന്റെ ന്യൂമറേറ്ററും എടുത്തിട്ടാൽ ടാനിന്റെ വാല്യൂ ആയി, റേഷ്യോ ആയി. കണ്ടോ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. മനസ്സിലായോ? ഈ നിങ്ങൾ ട്രിഗണോമെട്രിയിലെ ബേസ് നിങ്ങൾ നല്ലോണം പഠിക്കണേ. ബിഫോർ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ട്രിഗണോമെട്രി പാട് തന്നെയാണ്. ട്രിഗണോമെട്രിയിൽ ഒരുപാട് ഫോർമുല ഉണ്ട്. 10th സ്റ്റാൻഡേർഡ് +1 +2 അങ്ങനെ ട്രിഗണോമെട്രി ബേസ് ചെയ്യുന്ന കണക്കുകൾ വരും. അപ്പോൾ നിങ്ങൾ ബേസ് നല്ലോണം ക്ലിയർ ചെയ്യുക. ബേസ് മീൻസ് ഫോർമുല നല്ലോണം ക്ലിയർ ചെയ്യുക. റൈറ്റ് ആംഗിളിനെ പറ്റി നല്ലോണം പഠിക്കുക. കൊച്ചിലെ നിങ്ങൾ പഠിച്ച ഹൈപ്പോട്ടന്യൂസ്, ബേസ്, ആൾട്ടിറ്റ്യൂഡ്, പൈതഗോറസ് തിയറം അല്ലേ? ഇപ്പൊ നിങ്ങൾ ട്രിഗണോമെട്രി അപ്പൊ ഇതിൽ കുറെ റേഷ്യോസ് ഉണ്ട്, അത് നല്ലോണം പഠിക്കാം. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾ വീണ്ടും നല്ലോണം പഠിക്കാം. ഇനി അത് ഞാൻ വീണ്ടും വരികയാണ്. ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഇതിൽ ഞാൻ വാല്യൂ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. 30യുടെ ആംഗിൾ 30യുടെ ഇത് 30, 60, 90 ആണ് അല്ലെ? നമ്മുടെ പ്രൊട്രാക്ട് ജോമെട്രി ബോക്സിൽ രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിരിക്കും രണ്ട് സെറ്റ് സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെ സെറ്റ് സ്ക്വയർ മനസ്സിലാക്കിയാൽ മതി. അതായത് 30, 60, 90യുടെ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട്. 45, 45, 90യുടെ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട്. നിങ്ങൾ ജോമെട്രി ബോക്സിൽ ഇരിക്കുന്ന സംഭവം തന്നെയാണ്. കൊച്ചിലെ പോലെ നിങ്ങൾ 5ാം ക്ലാസ് 4ാം ക്ലാസ് മുതൽ ജോമെട്രി ബോക്സ് കണ്ടുവരുന്നല്ലേ? രണ്ട് സെറ്റ് സ്ക്വയർ ആയത്. അതിന് 30യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് വാല്യൂ 1 BC 1, 60യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് √3 ആണ്, 90യുടെ ഓപ്പോസിറ്റ് ലോങ്ങസ്റ്റ് സൈഡ് 2 ആണ്. 30, 60, 90യുടെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിരിക്കണേ, നല്ലോണം മനസ്സിലാക്കുക. ആംഗിൾ 30യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് 1, ആംഗിൾ 60യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് √3, 90യുടെ വീണ്ടും √2, ഇവിടെ 2 സോറി √2 അല്ലേ? ഈ ട്രയാങ്കിൾ 30, 60, 90 2. ഇനി ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇതിൽ രണ്ട് സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആണ് അല്ലെ? ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലെ? ഇത് ആംഗിൾ 45, ഈ ആംഗിൾ 45. സോ ദ വാല്യൂ 1 ആണെങ്കിൽ ഇതിന്റെ 45യുടെ ഓപ്പോസിറ്റ് വാല്യൂ 1 ആണെങ്കിൽ ഇതിന്റെയും വാല്യൂ ഓപ്പോസിറ്റ് 1 ആണ്. പൈതഗോറസ് തിയറം നോക്കുമ്പോൾ ഇത് √2 ആണ്. ഇത് നോക്കുമ്പോൾ അല്ലെ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പം ഇതിന്റെ വാല്യൂ ഇട്ടുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വാല്യൂ നമ്മൾ പഠിക്കണം. കണ്ടോ? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. നമ്മൾ 10th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക്, 10ാം ക്ലാസ് കുട്ടികൾക്ക് ഈ 30, 45, 60 ഈ കോളം ഉള്ള ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കണ്ടോ? 30, 45, 60 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന്, SLC കുട്ടികൾക്ക് 30, 45, 60 ഇത് മാത്രം പഠിക്കും. ഇത്രയും. +1കാർക്ക് ഈ 0, 90 ഡിഗ്രി കുറച്ചുകൂടെ പഠിക്കുന്നത് മാത്രം. അത് വേറെ ഒന്നും സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. സൈൻ എ, കോസ് എ, ടാൻ എ. ഞാൻ ഈ 3 റേഷ്യോസ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. അടുത്ത 3 റേഷ്യോസ് ഇതിന്റെ ഉൾട്ട എഴുതിയാൽ മതി. അതായത് സൈൻ 30 1/2, സൈൻ 45 1/√2,
Sin 60 root 3 by 2. 90 degree 1. അല്ലേ? അപ്പം 30 എന്ന് പറയുന്നത് സൈൻ 30. നിങ്ങളിപ്പോ സൈൻ 30 ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചോ. ഈ ആംഗിൾ 30 ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ സൈൻ ആണ് ഉദ്ദേശിച്ചത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എപ്പോഴും മനസ്സിലാക്കണം. 30 ഓപ്പോസിറ്റ് 1 മാർക്ക് ചെയ്യേണ്ടത്, ആംഗിൾ 60 ആണ് റൂട്ട് 3 മാർക്ക് ചെയ്യേണ്ടത്, ബിയുടെ ആണ് 2 മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം സൈൻ 30യുടെ വാല്യൂ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഇവന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. കണ്ടോ? 1/2. അല്ലെങ്കിൽ നിങ്ങൾ ബൈഹാർട്ടാ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി ചെയ്യുക. 2 സെറ്റ് സ്ക്വയർ വരച്ച് മാർക്ക് ചെയ്യുക. വെച്ചാൽ നിങ്ങൾക്ക് ഈ വാല്യൂ തെറ്റ്. മിക്ക കുട്ടികൾക്ക് ഈ 30, 45, 60 വാല്യൂ അറിയത്തില്ല. അവർക്ക് ഇത് പാടെന്നാ പറയുന്നത്, പഠിക്കാൻ പാടുന്നു. പഠിച്ചാലും മെമ്മറി നിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഡയഗ്രാം വരച്ച് എളുപ്പത്തിൽ ഇത് എഴുതാൻ സാധിക്കും. അപ്പൊ സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. സൈൻ 45 എന്താണ്? സൈൻ 45 അവിടെ 45യുടെ വാല്യൂ. സൈൻ ഇവിടെ 45 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. കണ്ടോ? 1/√2. ഇനി സൈൻ 60 ഇതായിരുന്നു 60. ഇവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും ഹൈപ്പോട്ടന്യൂസ് ഇതായിരിക്കും, അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ സൈൻ 60 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അപ്പൊ √3/2 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കണ്ടോ? √3/2. ഇനി 90 ഡിഗ്രി 1 ആണ്. ഇത് 0 ഡിഗ്രി 0 ആണ്, 90 ഡിഗ്രി 1. ഇതിന്റെ നേരെ ഇതിന് നേരെ തിരിച്ച് ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുത്ത കോസ് ആയി. ഇവനെ ഇത്രയും ഈ സ്റ്റെപ്പ് ഇത് ഇത്രയും എടുത്ത് തിരിച്ചു കൊണ്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ കോസിന്റെ വാല്യൂ ആണ്. മനസ്സിലായില്ലേ? ഇത് നേരെ തിരിച്ചിട്ട് കൊടുത്താൽ കോസിന്റെ വാല്യൂ. അതായത് 90 എന്ന് പറയുന്നത് ഈ വാല്യൂ ഇവിടെ വരുമ്പോൾ 1 ആയി. 60 എന്ന് പറയുമ്പോൾ ഇവിടെ 30 ഡിഗ്രി വരും, അല്ലേ? അതുപോലെ 1/√2 തന്നെയാണ്. ഇവൻ അപ്പുറത്ത് അതിന് നേരെ തിരിച്ചിടുക. അതായത് നിങ്ങൾ ഇതിനെ ഈ സൈൻ ചെയ്യുന്ന ഇത്രയും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തിരിച്ചിട്ട് നോക്കൂ, കറക്റ്റ് ആയിരിക്കും, അല്ലെ? കോസ് ചെയ്ത്. അപ്പൊ അതൊന്ന് കോസ് നേരെ മനസ്സിലായല്ലോ. 60 ആവും 30 √3/2 1/√2. അവിടെ നിങ്ങൾക്ക് ഇവിടെയും ചെക്ക് ചെയ്യാം. കോസ് എന്ന് പറയുമ്പോൾ കോസ് 30 ഡിഗ്രി, കോസ് 30. ഇപ്പൊ ഇത് കോസ് ആണ്, ഇത് കോസ് ആണ്, ഇത് കോസ് ആണ്. അപ്പൊ കോസ് എ. അപ്പൊ എ നിൽക്കുകയാണ് കോസ്. അപ്പൊ കോസിന്റെ റേഷ്യോ എന്താണ് നിങ്ങൾ പഠിച്ചുള്ളത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അല്ലേ? അപ്പൊ കോസിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലേ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ ടേബിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇല്ലെങ്കിൽ ഇത് ബൈഹാർട്ടാ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ച് ഈ സ്പോട്ട് ചെയ്യണം. ഇത് ഓരോന്നും ഇങ്ങനെ കറക്റ്റ് സ്പോട്ട് ചെയ്യണം. മനസ്സിലായി? കറക്റ്റ് സ്പോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടേബിൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. കറക്റ്റ് സ്പോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ടേബിൾ ബൈഹാർട്ടാ പഠിക്കും. ബൈഹാർട്ട് എന്തിനായിരുന്നു നമുക്കിപ്പോ പാട്ടാണ് നിങ്ങൾ ബൈഹാർട്ടാ പഠിക്കുന്നില്ലേ? ഒരു ഫിലിമിൽ നിങ്ങൾ പാട്ട് എന്ത് പെട്ടെന്നാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെ? കുട്ടികൾ വരെ അതിന്റെ മൂളിപ്പാട്ട് പാടില്ല, 4-5 വരി പെട്ടെന്ന് പഠിക്കും. പിന്നെ എന്തുകൊണ്ട് ഇത് പഠിച്ചൂടാ, അല്ലെ? അപ്പൊ ഇത് പഠിക്കുക, ഇത് ബൈഹാർട്ട് പഠിക്കുക. ഓക്കെ. ഇനി അടുത്ത വാല്യൂ നിങ്ങൾ നോക്കി, ഞാൻ താഴോട്ട് വരികയാണ്, ശ്രദ്ധിക്കുക. സൈൻ എ കണ്ടല്ലോ, 1/cos A. സൈൻ എ ഈക്വൽ 1/cos കൊസീക്ക്. സൈൻ എ ഈക്വൽ ടു 1/cosec. അപ്പൊ സൈൻ എ ഞാൻ നേരത്തെ പറഞ്ഞു, സൈനിന്റെ ഓപ്പോസിറ്റ് ആണ് കൊസീക്, കോസിന്റെ ഓപ്പോസിറ്റ് ആണ് സീക്, ടാനിന്റെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. അപ്പൊ അതുപോലെ സൈൻ എ ഈക്വൽ ടു 1/cosec. കണ്ടല്ലോ, കോസ് 1/sec. ഇവിടെ തീറ്റ വന്നാൽ സൈൻ തീറ്റ ഈക്വൽ ടു 1/cosec തീറ്റ. മനസ്സിലായില്ലേ? അതുപോലെ കോസ് തീറ്റ 1/sec തീറ്റ. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ഇവിടെ 45 ആണ്. cos 45 1/sec 45, cos 70 1/sec 70, tan theta 1/cot theta, tan A equal 1/cot A. ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ച്. അപ്പൊ cosec നേരെ ഓപ്പോസിറ്റ് 1/sin. அப்போ இந்த மாதிரி டேபிள் பாத்தீங்களா, இந்த டேபிள் பாத்தீங்களா, இந்த ரைட் ஆங்கிள், அதே மாதிரி இந்த டேபிள் நல்லா பயன்படுத்தி படிங்க, உங்களுக்கு சுலபமா புரியும். புரியுதல்லவா? அதே மாதிரி இந்த டேபிளும் அதே மாதிரி நல்லா படிங்க. ரேஷியோஸ் இந்த கொசீகே 1/, இந்த ஃபார்முலா எல்லாத்துக்கும் கேரளா சிலபஸ்ல தமிழ் மீடியம் பிள்ளைகளுக்கும் மலையாள மீடியம் பிள்ளைகளுக்கும் இது பயன்படும், இங்கிலீஷ் மீடியம் பிள்ளைகளுக்கும் பயன்படும். அதனால ஃபார்முலா மாத்த ட்ரிகோனோமெட்ரில ஃபார்முலா நல்லா பாராம படிக்கணும். இல்லைங்க ஒரு ரேஷியோ இல்ல குட்டிகளே. sin square a அடுத்து நோக்கிய sin square a plus cos square a is equal to 1. sin square a plus cos square equal 1. sin square ഇവിടെ ഇപ്പോൾ a ക്ക് പകരം θ ആണ് കൊടുത്തെങ്കിലോ sin square theta plus cos square theta is equal to 1. sin square theta plus cos square theta is equal to 1. sin square a plus cos square is equal to 1.
മനസ്സിലായില്ലേ? ഇനി ഇതിനെ തന്നെ നമുക്ക് ഈ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 നമുക്ക് വേറെ ഒന്ന് ഷേപ്പ് മാറ്റിയാലോ? ഈ സൈൻ സ്ക്വയറിനെ വെളിയെടുത്താലോ? ഈ സൈൻ സ്ക്വയർ ഇപ്പൊ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ചേർന്നില്ലേ ഇരിക്കുന്നത്? ഈ സൈൻ സ്ക്വയർ നമ്മൾ വെളിയെടുക്കുക, മുറിച്ച് വെളിയെടുക്കുക. അപ്പൊ ഈ ഈക്വൽ, അപ്പൊ ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ ഈക്വൽ റൈറ്റ് സൈഡിൽ ആരാണോ ഇരിക്കുന്നത് അവനെ ഫസ്റ്റ് എഴുതണം. അപ്പൊ 1 ഇവിടെ എഴുതിയല്ലോ, ഇവനെ അപ്പുറത്ത് കൊണ്ടുപോകണം. കോസ് പോസിറ്റീവ് കോസ് സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുവന്നാണ് 1 മൈനസ് കോസ് സ്ക്വയർ, ഇത്രേ ഉള്ളൂ. മൈനസ് കോസ് സ്ക്വയർ 1, ഇവൻ അപ്പുറത്ത് പോസിറ്റീവ് കോസ് സ്ക്വയർ അപ്പുറത്ത് മൈനസ് കോസ് സ്ക്വയർ. അപ്പൊ സൈൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ. കണ്ടോ, ഇതാണ് ഫോർമുല. അടുത്ത ഈ സ്ക്വയർ നമ്മൾ മാറ്റിയാണ്, സൈനെ മാത്രം. ഈ സ്ക്വയർ കണ്ടോ, ഈ സ്ക്വയർ ഇവിടെ ഇല്ല, സൈനെ മാത്രം ഞാൻ കിട്ടി. അപ്പൊ അങ്ങനെയാണല്ലോ ഈ സ്ക്വയർ എന്തായി? റൂട്ടായി മാറി. അവൻ റൂട്ടായി പ്രവർത്തിക്കുക അല്ലേ? അപ്പൊ സൈൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. അപ്പൊ നമുക്ക് അപ്പൊ ഈ ഫോർമുലയിൽ നിന്ന് എങ്ങനെയെല്ലാം ഡിറൈവ് ചെയ്ത് നോക്കിയേ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, സൈൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ, സൈൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ cosec സ്ക്വയർ a മൈനസ് cot സ്ക്വയർ a ഈസ് ഈക്വൽ ടു 1, cosec സ്ക്വയർ a മൈനസ് cot സ്ക്വയർ a ഈസ് ഈക്വൽ ടു 1, cosec സ്ക്വയർ a മൈനസ് cot സ്ക്വയർ a ഈക്വൽ 1. അപ്പൊ cosec സ്ക്വയർ a ഈസ് ഈക്വൽ ടു 1 പ്ലസ് cot സ്ക്വയർ. അപ്പൊ എങ്ങനെ കിട്ടി? നമ്മൾ ഈ cosec സ്ക്വയറിനെ അടർത്തി എടുത്തു, ഇവിടെ എടുത്തു. അപ്പം ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ 1 അവിടെ ഉണ്ട്. ഇനി മൈനസ് cot സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുവന്നപ്പം പോസിറ്റീവ് cot സ്ക്വയർ ആയി. അപ്പൊ cosec സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് cot സ്ക്വയർ ആയി. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ റൂട്ട് സ്ക്വയർ ഇല്ലാതെ എഴുതി, cosec മാത്രം എഴുതി. അപ്പൊ ഈ സ്ക്വയർ എന്തായി? റൂട്ടായി മാറി. അപ്പൊ ഈ 1 പ്ലസ് cot സ്ക്വയറിനെ ഈ റൂട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ cosec is equal to 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് cot സ്ക്വയർ. അതേ രീതി തന്നെ ഇവിടെ sec സ്ക്വയർ a മൈനസ് tan സ്ക്വയർ a is equal to 1, sec സ്ക്വയർ a മൈനസ് tan സ്ക്വയർ a is equal to 1. അപ്പൊ എന്താണ് sec സ്ക്വയർ a? 1 പ്ലസ് tan സ്ക്വയർ a അല്ലേ? sec സ്ക്വയർ is equal to 1 പ്ലസ് tan. അതെങ്ങനെ കിട്ടി? നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ? sec സ്ക്വയർ എടുക്കുന്നു, ഈ മൈനസ് 1 ഈക്വൽ ടു 1 ഇവിടെ എഴുതി, മൈനസ് tan സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് tan സ്ക്വയർ അല്ലേ? പോസിറ്റീവ് tan സ്ക്വയർ. അപ്പൊ sec സ്ക്വയർ is equal to 1 പ്ലസ് tan സ്ക്വയർ. അപ്പൊ ck എന്തുവാ? ഈ സ്ക്വയർ റൂട്ടായി പ്രവർത്തിച്ചു. ഈ സ്ക്വയർ കണ്ടാ, ഈ സ്ക്വയർ ഈ 2 അല്ലേ? നമ്മൾ sec സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ആണ്. അപ്പൊ 1 പ്ലസ് tan സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഫോർമുലയാണ് ഈ സെക്ഷൻ. sin 90 മൈനസ് a is equal to cos a, sin 90 മൈനസ് theta cos theta, sin 90 മൈനസ് 45 cos 45, sin 90 മൈനസ് b cos b. ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ച്. അപ്പൊ ഇത് നല്ലോണം പഠിക്കുക. cos 90 മൈനസ് a ഈക്വൽ sin a, cos 90 മൈനസ് a ഈക്വൽ sin a. അപ്പൊ tan 90 മൈനസ് a ഈക്വൽ cot a, tan 90 മൈനസ് a ഈക്വൽ cot a. ഈ ഫോർമുല നിങ്ങൾ നല്ലോണം പഠിക്കണം സ്റ്റുഡൻസ്. ഇത് എന്താ ഇത്? അപ്പൊ നല്ലോണം ബേസിക് ആയിട്ട് നല്ലോണം ഫോർമുല പഠിച്ച്, ഇതാണ് ബേസിക് ട്രിഗണോമെട്രിയുടെ ബേസ്. ഇതാണ് നിങ്ങൾ ഈ ട്രിഗണോമെട്രി മിക്ക കുട്ടികൾ ചോദിക്കുന്ന ട്രിഗണോമെട്രി ഭയങ്കര പാടാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടമാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. ഈ ഫോർമുല നല്ലോണം പഠിക്കുക. ഈ ഫോർമുല നല്ലോണം ബേസ് നിങ്ങൾ ആദ്യം പഠിച്ചെടുക്കുക. ഈ ബേസ് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രി ചാപ്റ്റർ വളരെ എളുപ്പമാണ് അല്ലേ? കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റില്ല കുട്ടികളെ. മനസ്സിലായില്ല? കഷ്ടപ്പെട്ട് പഠിക്കൂ. ഇത് ഫോർമുല ബേസ് നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഫിലിം സോങ് നല്ലോണം പഠിക്കുന്നില്ലേ? കാണാതെ പഠിക്കുന്നില്ലേ അല്ലേ? പാട്ട് നിങ്ങൾ 4 വരി 5 വരി കാണാതെ പഠിക്കുന്നത് അത്ര പോലും ഇല്ലല്ലോ. അപ്പൊ ഇത് നല്ലോണം പഠിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഈ വീഡിയോ കണ്ടല്ലോ. ട്രിഗണോമെട്രി പാടൊന്നുമല്ല, പഠിക്കുക, നല്ലോണം പഠിക്കുക. മനസ്സിലായല്ലോ? ഇതിന്റെ ബേസ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രിഗണോമെട്രി ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമാകത്തുള്ളൂ. നിങ്ങൾ ഈ ഫോർമുല പഠിക്കാത്തതുകൊണ്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ നല്ലോണം പഠിക്കുക. മലയാളം മീഡിയം കുട്ടികൾ നല്ലോണം പഠിക്കും. തമിഴ് മീഡിയം പിള്ളേരും അതുപോലെ തന്നെ പാറാൻ പഠിക്കണം. இந்த ഫോർമുല எல்லாம் നിങ്ങൾ പാറാൻ പഠിക്കണം, ഒന്നുമേ പഠിக்க முடியாது. അപ്പൊ இந்த ചാപ്റ്റർ உங்களுக்கு കഷ്ടமா தான் இருக்கும். മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കുക ട്രിഗണോമെട്രി. ഇനി അങ്ങോട്ട് ഇതിന്റെ ബേസ് ചെയ്താണ് വരുന്നത്. +1 സ്റ്റുഡൻസിനും ഇതിന്റെ ബേസ് ഉണ്ട്. ഞാൻ ഇതിന്റെ അടുത്ത വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ഇടുന്നതാണ്, നിങ്ങളത് കാണുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.